വളരെ നിർണായകമായ ആശങ്കാജനകമായ ഒരു സുപ്രധാന വാർത്തയിലേക്കാണ് ഇനി നമ്മുടെ വാർത്താ പ്രഭാതം കടക്കുന്നത്. സ്കൂളുകളിലും മതപരിവർത്തനം നടക്കുന്നു എന്ന തരത്തിലുള്ള പ്രധാന ഒരു റിപ്പോർട്ടാണ് ജനം TV ഇപ്പോൾ പുറത്തുവിടാൻ പോകുന്നത്. സ്കൂളുകളിലും മതപരിവർത്തനം, ഹിന്ദു കുട്ടികളെ മതം മാറ്റാനോ? അൽ-ഫലാഹ് സ്കൂളുകൾ. ഹിന്ദു വിദ്യാർത്ഥി നബിയെ പുകഴ്ത്തുന്ന വീഡിയോ പ്രചരിപ്പിച്ച മലപ്പുറത്തെ അൽ-ഫലാഹ് സ്കൂൾ. മുഹമ്മദിന്റെ പാത പിന്തുടരാൻ ഈ ഹിന്ദു വിദ്യാർത്ഥി ആഹ്വാനം ചെയ്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത്. മലപ്പുറം കക്കിടിപ്പുറം അൽ-ഫലാഹ് AMM ഇംഗ്ലീഷ് സ്കൂളിലാണ് സംഭവം. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്നും ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, വളരെ ആശങ്കാജനകമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ ഹിന്ദു വിദ്യാർത്ഥി നബിയെ പുകഴ്ത്തി ഒരു വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നു. എന്തായാലും ഈ കുട്ടിക്ക് പിറകിലുള്ളത് ആരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? സ്കൂൾ അധികൃതർ ഈ വീഡിയോ ദൃശ്യങ്ങളൊന്നും കണ്ടില്ലേ ശാലിനി? അശ്വതി, സ്കൂൾ തന്നെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം. കക്കടിപ്പുറത്തെ അൽ-ഫലാഹ് സ്കൂളിലാണ്, അൽ-ഫലാഹ് AMM ഇംഗ്ലീഷ് സ്കൂളിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന നബിദിന ആഘോഷ ചടങ്ങിലാണ് ഒരു ഹിന്ദു വിദ്യാർത്ഥിയെ കൊണ്ട് നബിയെ പ്രശംസിക്കുന്ന, നബിയെ പുകഴ്ത്തുന്ന രീതിയിലുള്ള പ്രസംഗം സ്കൂൾ കോമ്പൗണ്ടിൽ നടത്തിയതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ അൽ-ഫലാഹ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉയർത്തി കേരളത്തിൽ ഉടനീളം സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പരിശോധന കേന്ദ്ര ഏജൻസികൾ നടത്തിയിരുന്നു. ചെങ്കോട്ടയിലെ സ്ഫോടനത്തിന് പിന്നാലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുകൾക്കും അൽ-ഫലാഹ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഇടപാടുണ്ടെന്നും ഒപ്പം തന്നെ അവിടെ പഠിച്ച വിദ്യാർത്ഥികളാണെന്നുമുള്ള തെളിവുകളടക്കം പുറത്തു വന്ന സാഹചര്യം, ഒപ്പം തന്നെ ആ യൂണിവേഴ്സിറ്റി അടക്കം നേരിട്ട് ഈ ഒരു ഭീകരാക്രമണത്തിന് അല്ലെങ്കിൽ ഈ ഒരു സ്ഫോടന പരമ്പരയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് കണ്ടെത്തിയ സാഹചര്യം കൂടിയുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കേരളത്തിലടക്കം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ പറ്റി വിശദമായി പഠിക്കാൻ, വിശദമായ അന്വേഷണം നടത്താൻ കേന്ദ്ര ഏജൻസികൾ തയ്യാറെടുത്തത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടന്നിരുന്നു. ഇതിനിടയിലാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് ഇത്തരത്തിലൊരു ഞെട്ടിക്കുന്ന വിവരം വരുന്നത്. നമുക്കറിയാം, പല രീതിയിലുള്ള മതപരിവർത്തനങ്ങൾ സംസ്ഥാന വ്യാപകമായി നടക്കാറുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രികൾ കേന്ദ്രീകരിച്ച്, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച്, അങ്ങനെ പലയിടങ്ങളിൽ ഓരോ ആളുകളുടെയും സാഹചര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് അവരെ മതപരിവർത്തനത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന വ്യാപകമായി നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഈ അൽ-ഫലാഹ് സ്കൂളിൽ നടന്നിട്ടുള്ള ഈ ഒരു പ്രവർത്തനം എന്നുള്ളതാണ്. അവിടെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്, വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അവരെയൊക്കെ ഒരേ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നബിയുടെ ആശയങ്ങൾ എടുത്തുകൊണ്ട് അങ്ങനെ ഒരു പോയിന്റിലേക്ക് മാത്രം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ നബിയെ പറ്റി പ്രശംസിക്കുമ്പോൾ, നബിയെ പറ്റി പറയുമ്പോൾ അത് കേട്ട് കൈയടിക്കാനും അത് കേട്ട് ആർത്തുല്ലസിക്കാനും ഒക്കെയായി ഒരു കൂട്ടം വിദ്യാർത്ഥികളുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെ മറ്റ് മതവിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഒന്നും തിരഞ്ഞെടുക്കാതെ ഹിന്ദു വിദ്യാർത്ഥിയെ തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ വിദ്യാർത്ഥിയെ കൊണ്ട് നബിയെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ, നബിയെ പ്രശംസിക്കുന്ന രീതിയിലുള്ള പ്രസംഗം അവതരിപ്പിക്കുകയായിരുന്നു. നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ മുഹമ്മദിന്റെ പാത പിന്തുടരാൻ ഹിന്ദു വിദ്യാർത്ഥി ആഹ്വാനം ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ജനം TVയിലൂടെ പുറത്തു വരുന്നത്. അവരുടെ അൽ-ഫലാഹ് സ്കൂളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അവരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലും ഒക്കെ ഈ ദൃശ്യങ്ങൾ അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ആശങ്കാജനകമായ സാഹചര്യം മലപ്പുറം കേന്ദ്രീകരിച്ചുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മലപ്പുറം കക്കിടിപ്പുറം അൽ-ഫലാഹ് AMM ഇംഗ്ലീഷ് സ്കൂളിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുള്ളത്. അപ്പം തന്നെ സ്കൂളിൽ നടന്ന നബിദിന ആഘോഷ ചടങ്ങിലായിരുന്നു ഈ പരിപാടി. അത് മാത്രമല്ല, CBSE സ്കൂളാണ്. ഭൗതിക പഠനത്തോടൊപ്പം തന്നെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിലുള്ള മതപഠനവും അവിടെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയാണ് ഈ കക്കടിപ്പുറത്തെ ഈ സ്കൂളിൽ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ പിന്തുടരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. കാര്യം മാത്രമല്ല, ഖുർആൻ, അപ്പോൾ തന്നെ ഹദീസ്, പ്രാർത്ഥനകൾ എന്നിവയിൽ അവിടെ പ്രത്യേകമായിട്ടുള്ള പരിശീലനം കൂടി നൽകുന്നുണ്ട്. നമുക്കറിയാം, മുൻപൊക്കെ പല സ്കൂളുകളിലും ഈ വേദങ്ങളെ പറ്റിയിട്ടും ഒക്കെ പഠിപ്പിക്കുമ്പോൾ അതിനെതിരെ വലിയ രീതിയിൽ വിമർശനവുമായി എത്തിയ CPM നേതാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്.
കണ്ടിട്ടുണ്ട്. എന്തിനാണ് കുട്ടികളെ വേദം പഠിപ്പിക്കുന്നത്, എന്തിനാണ് സ്കൂളുകളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, സംസ്കൃതം പഠിപ്പിക്കുന്നത് എന്തിന് എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ ഒരു സമൂഹം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് നിർബന്ധിത മതപരിവർത്തനത്തിനും നിർബന്ധിത മതവിദ്യാഭ്യാസ പഠനത്തിനുമായി ഇത്തരത്തിലുള്ള സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. ഒരു പക്ഷേ സമാനമായ രീതിയിലുള്ള ആശങ്കകൾ, അതായത് അൽഫലാഖ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായ രീതിയിലുള്ള ആശങ്കകൾ ഇത്തരം സ്കൂളുകൾ കേന്ദ്രീകരിച്ചുണ്ടോ എന്നതും സംശയമായി തന്നെ നിൽക്കുകയാണ്. എന്തായാലും ഹിന്ദു കുട്ടികളെ, പ്രത്യേകിച്ച് ഹൈന്ദവ വിഭാഗത്തിൽ നിന്നുള്ള കുട്ടികളെ തെരഞ്ഞുപിടിച്ച് മതപരിവർത്തനത്തിനുള്ള ഇടങ്ങളാക്കി സംസ്ഥാനത്ത് സ്കൂളുകൾ മാറുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും ഒപ്പം തന്നെ ഈ സ്കൂളിൻ്റെ ഈ ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. എന്തായാലും കേന്ദ്ര ഏജൻസികൾ പ്രത്യേകമായി ഇത്തരം സ്കൂളുകളെയും യൂണിവേഴ്സിറ്റികളെയും നിരീക്ഷിച്ചു വരികയാണ് ഈ ഘട്ടത്തിൽ. അശ്വതി. യെസ് ശാലിനി, ഇനി ആ ഹിന്ദു വിദ്യാർത്ഥി നബിയെ പുകഴ്ത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം. As a true and trustworthy friend, he was known as Al-Amin. That means the trustworthy. Long before, when he became a prophet, everyone, even his enemies, trusted him completely. Have you ever wondered what it takes for one person to change the entire world? Today, as we commemorate Miladun Nabi, we reflect on the life of a person who did just that, Prophet Muhammad. He not only transformed the society, but he set a path for all of humanity to follow. Once before he was a prophet, the people of Makkah decided to rebuild the Kaaba. When they were about to place the black stone, a big fight started.